ഓക്കെ, അഞ്ചാമത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. നമ്മൾ നേരത്തെ 10⁻7 തീറ്റ പ്ലസ് 1/4⁷ തീറ്റ എന്ന് പറയുമ്പോൾ 10⁻45, കാരണം തീറ്റ എന്നുള്ള 45 കിട്ടിയിട്ടുണ്ട്. 45⁷ പ്ലസ് 45⁻7 എന്ന് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ tan 45 എന്ന് പറയുമ്പോൾ 1 ആണ്, ദെൻ 1⁻7. കോട്ട് 45 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്. സോ 1⁻7, സോ 1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? ഇനി നമുക്കിതിൽ വരുന്ന ആറാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. സോ ആറാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് 1 + tan ആൽഫ 1 + tan ബീറ്റ എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 + tan ബീറ്റ പ്ലസ് tan ആൽഫ പ്ലസ് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? tan ആൽഫ tan ബീറ്റ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, കാരണം നമ്മൾ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അറിയാവുന്ന കണ്ടീഷനാണ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? π/4 ആണ്. π/4 എന്ന് പറയുകയാണെങ്കിൽ അത് 45 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ tan ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുകയാണെങ്കിൽ അത് എത്രയാണ് വരിക? tan 45 ഡിഗ്രി ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ tan യൂസിങ് എന്താണ്? tan a + b എന്നുള്ള കണ്ടീഷൻ നമ്മളവിടെ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ multiplying both sides by tan using tan a + ബീറ്റ. a + ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? tan a + tan b ഹോൾ ഡിവൈഡഡ് ബൈ 1 - tan a - tan b എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ വിച്ച് ഇംപ്ലൈസ് tan ആൽഫ പ്ലസ് tan ബീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 1 - tan ആൽഫ tan ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ tan ആൽഫ പ്ലസ് tan ബീറ്റ ഈസ് ഈക്വൽ ടു 1 - tan ആൽഫ tan ബീറ്റ എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പുട്ടിങ് ദ വാല്യൂ ഓഫ് tan ആൽഫ പ്ലസ് tan ബീറ്റ. tan ആൽഫ പ്ലസ് tan ബീറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയാണ്? 1 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ tan ആൽഫ പ്ലസ് tan ബീറ്റ ഉണ്ട്, ആ വാല്യൂ കൊടുക്കുക. സോ 1 അല്ലേ? സോ 1 നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ 1 ഈക്വൽ ടു 1 - tan ആൽഫ എന്ന് നമ്മൾ കൊടുക്കുന്നു. tan ആൽഫ then tan beta plus tan alpha tan beta that's equal to 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ എക്സ്പ്രഷനെ ചേഞ്ച് ചെയ്യിക്കുവാനായിട്ട് സാധിക്കും. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.